ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഫ്രൈഡ് റൈസ്. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവേണ്ടതെന്ന് നല്ലപ്പം പറയും. ഗ്രീൻ പെപ്പർ, മഷ്റൂം, ക്യാരറ്റ്, ഇതെന്താണ്, ഓണിയൻ, മുളക്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയാൽ. അപ്പൊ അല്ലാതെ കുറെ വെജിറ്റബിൾസ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഫ്രൈഡ് റൈസിനകത്തായതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്ന പോലും അറിയില്ല, അങ്ങ് പൊക്കോളും. ഇത് ശരിക്കും അരിയുന്ന മാത്രമേ ഒരു പണിയുള്ളൂ. അത് അരിഞ്ഞു തരാനും കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ എനിക്കിപ്പോൾ അരിഞ്ഞു തരാൻ ആരുമില്ല. സവാള അരിഞ്ഞ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നപ്പോൾ നല്ലപ്പൻ എടുത്തുകൊണ്ട് തന്ന ഗ്ലാസ്സാണിത്. ഇത് വെച്ച് അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുത്തില്ലെന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക, സേഫാന്നാണ് അവൻ പറയുന്നത്. ഈ ഫ്രൈഡ് റൈസിന് ഏറ്റവും ഫ്ലേവർ നൽകുന്നത് സ്പ്രിംഗ് ഒനിയനാണ്. പക്ഷെ ഞാൻ ഇന്നത് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പം നമുക്കുള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എനിക്കിതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മഷ്റൂമും ഈ ഗ്രീൻ പെപ്പറും. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുൾ കുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കണം, എങ്കിലേ നമുക്കൊരു പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. ബട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ആ ഗാർലിക്കും ചില്ലീസും ഇടും. വേവ് നോക്കിയിട്ട് വേണം ഓരോ വെജിറ്റബിൾസ് ഇടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ക്യാരറ്റ് ഇടുന്നു, കൂടെ ഗ്രീൻ പെപ്പർ ഇടുന്നു, കാരണം അത് വേഗം കുറച്ചുകൂടെ ടൈം എടുക്കുമല്ലോ. ഓണിയൻസ് ഇടാം, മഷ്റൂം ഇടുന്നു. സെയിം ടൈമിൽ ഞാൻ ഫ്രൈഡ് റൈസ് ഇടാൻ വേണ്ടി 2 മുട്ടയും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് സോർട്ടായി കിട്ടിയാൽ മാത്രം മതി. ഞാനപ്പോൾ പൊടികളായിട്ട് അധികമൊന്നും ചേർക്കുന്നില്ല. പക്ഷെ എനിക്കൊരു യെല്ലോ ഷെയ്ഡുള്ള ഫ്രൈഡ് റൈസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും അതിന് വേണ്ടി മാത്രം. പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്. എല്ലാം ഒരു കൈക്കണക്കാണ്. എനിക്കങ്ങനെ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ആ ചിക്കി വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളൊരു സോസാണ് സോയാ സോസ്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞാൻ പക്ഷേ സോയാ സോസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഞാൻ ഓൾറെഡി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസ് ഇതിലേക്ക് മറിക്കുക. ഇതെന്തൊക്കെ വന്നാലും കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ ഇളക്കുക. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി ഞാൻ കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ടേ. ഞാൻ കുറച്ച് മല്ലിയില പുതിനയില ചോപ്പ് ചെയ്തത് ചേർക്കാം. ഞാൻ കുറച്ച് പീനട്ട്സ് ഇടുന്നുണ്ടേ. ഇതിവിടെ പുതിയതായിട്ട് കണ്ടുപിടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഒരു റൈസ് അടുത്ത റൈസിൽ തൊടാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലോണം ട്രൈ ചെയ്യാൻ കൊടുക്കാം. നീ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഫ്രൈഡ് റൈസ് കാണാൻ? നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഈ ഫ്രൈഡ് റൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പുകഴ്ത്തുന്ന അത്ര ശരിയല്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ ബൈ ബൈ.